ഷമേ 2017 മാർച്ച് 5-നാണ് മിഷേൽ ഷാജിയെ കാണാതാവുന്നത്. അന്ന് തന്നെ വീട്ടുകാർ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു. പക്ഷേ പോലീസ് അത് ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. പോലീസ് മിക്ക കേസുകളിലും അങ്ങനെയാണ്. നമ്മൾ ഈ അടുത്ത് പല കേസുകളും ചർച്ച ചെയ്യുമ്പോൾ പോലീസ് കൃത്യസമയത്ത് കാര്യക്ഷമമായി ഇടപെടാത്തതിൻ്റെ പ്രശ്നങ്ങൾ പല കേസുകളിലും ഉണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം ഈ കൊച്ചി കായലിൽ മിഷേൽ ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഇപ്പോഴും ആ കേസിൽ ആരാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെക്കുറിച്ച്, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ദുരൂഹതകൾ ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഈ ക്രോണിൻ അലക്സാണ്ടർ ബേബി ആ സമയത്ത് 5 മണിക്കൂറിനുള്ളിൽ 60 മെസ്സേജുകളാണ് അയച്ചത്. ഈ 60 മെസ്സേജുകളും പിന്നീട് ഡിലീറ്റ് ചെയ്തു. മിഷേലിൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജ്. കോടതിയിൽ പിന്നെ CBI അന്വേഷണം വേണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും അത് കോടതി അനുവദിച്ചില്ല. അപ്പോൾ ചുരുക്കത്തിൽ മിഷേലിൻ്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. എന്താണ് മിഷേലിൻ്റെ മരണത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരു അൺസോൾഡ് കേസാണ്. അതിങ്ങനെ നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ഷാജി വർഗീസ്, സൈലമ്മ, ഇവർ രണ്ടുപേരും കഴിഞ്ഞ ജാനുവരി 19 ആ കുട്ടിയെ അടക്കിയ കല്ലറയിൽ അവർ ഉപവാസം ഇരുന്നായിരുന്നു. ജനുവരി 19 ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അന്നതിന് 26 വയസ്സ് തികഞ്ഞിരിക്കുന്നത്. മൈനറായിരുന്നു ആ കുട്ടി. മൈനറായിരുന്നു. മരണപ്പെടുന്ന സമയത്ത് അത് മൈനറാണ്. CA ഫൗണ്ടേഷൻ കോഴ്സായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ മാർച്ച് 5 വൈകിട്ട് ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി ആ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഉണ്ടല്ലോ കലൂര്, അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നുള്ള CCTV ദൃശ്യം പുറത്തു വന്നതാണ് ഈ കുട്ടിയെ. പിന്നീട് ഇവിടുന്ന് ഈ കുട്ടി അവിടെ നിന്നും ഗോശ്രീ പാലം വരണമെങ്കിൽ അറൗണ്ട് 6 കിലോമീറ്റർ വരും. 6 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഗോശ്രീ പാലത്തിലേക്ക്, ഒന്നാം പാലത്തിലാണെങ്കിലും രണ്ടാം പാലത്തിൻ്റെ അവിടെ ആണെങ്കിലും 6 കിലോമീറ്റർ മേളിൽ ദൂരം അവിടെ നിന്നുണ്ട്. അപ്പം അത്രയും ദൂരം ഈ കുട്ടി നടന്നാണ് പോയിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനൊരു വ്യക്തത വരുത്താൻ സാധിക്കാതെ പോയത് പോലീസിൻ്റെ ആദ്യഘട്ടത്തിലെ ഈ ഉത്തരവാദിത്വമില്ലായ്മയാണ്. മാർച്ച് 5 വൈകിട്ട് ഈ കുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് മാധവ് ഫാർമസി ജംഗ്ഷനിലാണ്. അവിടെ വരെ ഇതിൻ്റെ ലൊക്കേഷനുണ്ട്. മാധവ് ഫാർമസി ജംഗ്ഷനിൽ നിന്നും പിന്നെ ഇത് ഓഫായിരിക്കുന്ന ഫോൺ പിന്നീട് ഇത് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ബാഗ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ കൊണ്ടുപോയ ബാഗോ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇവരാദ്യമേ ചെയ്ത ഒരു പരിപാടി, ഈ കുട്ടി 1-ാം പാലത്തിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞു. ഗോശ്രീ 1-ാം പാലത്തിൽ നിന്ന് ചാടി എന്നുള്ളത്. അവിടെ ചാടിയിട്ടുള്ള ആരുടെയും ബോഡി പൊങ്ങിയിട്ടില്ല. താന്നെടുക്കുമായിരുന്നു, മുങ്ങിയെടുക്കുമായിരുന്നു. ആരുടെയും ബോഡി ഗോശ്രീ 1-ാം പാലത്തിൽ നിന്നും അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. 1-ാം പാലത്തിൽ നിന്ന് ചാടിയിട്ടുള്ള ആരുടെയും ബോഡി മേലോട്ട് പൊങ്ങിയിട്ടില്ല. അത് ചെളിയായിട്ട് അടി പൊതഞ്ഞിരിക്കും. അവിടുന്ന് ഒരാൾ ചാടിക്കഴിഞ്ഞാൽ ആ ചാടുന്ന ആളെ മുങ്ങൽ വിദഗ്ധർ വന്ന് മാന്തി എടുത്തുകൊണ്ട് വരുന്നതാണ് അവിടുത്തെ ഒരു ഏർപ്പാട്. പിന്നെ ആദ്യം അത് പറഞ്ഞു. ഇത് ബോഡി കിട്ടുന്നത് പിറ്റേ ദിവസം വൈകിട്ടാണ്. അതായത് 24 hours കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബോഡി ഐലൻഡ് വാർഫിൽ പൊങ്ങുന്നത്. ഇത് ഇവിടെ നിന്ന് അവിടേക്ക് എങ്ങനെ ഒഴുകിപ്പോയി, ഈ ചെളിക്കുണ്ടിൽ വീണ ബോഡി എങ്ങനെ ഒഴുകിപ്പോയി, അതൊരു വലിയ സംശയമാണ്. അപ്പോൾ രണ്ടാമത് ഇവർ പറഞ്ഞത് ഗോശ്രീ 2-ാം പാലത്തിൽ നിന്നാണ് കുട്ടി ചാടിയതെന്ന്. ഇതിൻ്റെ രണ്ടിടത്തെയും വെള്ളത്തിൻ്റെ സാമ്പിൾ ഇവരെടുത്ത് പരിശോധിച്ചില്ല. ആകെ ഒരിടത്തെ വെള്ളത്തിൻ്റെ സാമ്പിൾ മാത്രം എടുത്തു, ബോഡി കിട്ടിയടുത്ത്. ചാടിയത് ഗോശ്രീ 1-ാം പാലത്തിൽ നിന്നാണോ 2-ാം പാലത്തിൽ നിന്നാണോ വ്യക്തത വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം എടുത്ത് പരിശോധിക്കണം. ആ ഒരു പരിശോധന പിന്നെ ഇവർ നടത്തില്ല. ഡയറ്റം പരിശോധന നടക്കേണ്ട കേസാണ്. അത് നടത്തിയില്ല. അത് നടത്താതിരുന്നിട്ട് പിന്നെ ഇവർ പോയി ഐലൻഡ് വാർഫിൽ നിന്നുള്ള വാട്ടർ എടുത്തിട്ട് പരിശോധിച്ച് അത് ഈ കുട്ടിയുടെ ശരീരത്തിലുള്ളതുമല്ല. ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റാണ്. ദഹിക്കാതെ കിടന്ന ഒരു ക്യാരറ്റാണ് ഇതിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അത് എവിടെ നിന്ന്, അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കുട്ടി അന്നേ ദിവസം ഇങ്ങനൊരു ആഹാരം അവരുടെ ഹോസ്റ്റലിൽ കൊടുത്തിട്ടില്ല. ഹോസ്റ്റലിൽ അങ്ങനെ ഒരു ആഹാരം അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഈ കുട്ടി പോകുന്നത്, ഹോസ്റ്റൽ വിട്ട് ഇറങ്ങുന്നത് ഈ കുട്ടിയുടെ പേഴ്സ് എടുക്കാതെ, പൈസ എടുക്കാതെയാണ് ഈ കുട്ടി സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്ക് പോകുന്നത്. അവിടെ നിന്നും 6 കിലോമീറ്റർ ഈ പെൺകുട്ടി നടന്നു പോവുകയാണ്. ഈ നടന്നു പോയി എന്ന് പറയുന്നതിനകത്ത് CCTV ദൃശ്യങ്ങൾ, ഗോശ്രീ പാലം വരെ ഈ കുട്ടി നടന്നു എന്ന് പറയുന്നതിനകത്ത് CCTV ദൃശ്യത്തിൽ ഈ വ്യക്തതയില്ല.
അത് ഈ കുട്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ മറ്റേ ജസ്ന കേസ് പോലെ ജസ്നയുടെ കുറേ CCTV ദൃശ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വന്നല്ലോ, പലതും ജസ്നയുടെ അല്ല. അതുപോലെ തന്നെയാണ് ഇത്. വ്യക്തതയില്ലാത്ത കുറേ CCTV ദൃശ്യങ്ങൾ. ഒരു പെൺകുട്ടി നടന്നു പോകുന്നു, നമുക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം അത് മിഷേലാണ് എന്ന് ഊഹിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിലെ സംശയം വെച്ച് അതിന് കൃത്യമായൊരു പരിശോധന നടത്താവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവർ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ പരിശോധന നടത്തിയിട്ടില്ല. മാത്രമല്ല മാർച്ച് 5-ാം തീയതി ഈ കുട്ടി മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ട് ഈ കുട്ടിയുടെ പിതാവ് പിന്നെ ബന്ധുക്കളും ആദ്യം ഓടിയെത്തുന്നത് സെൻട്രൽ സ്റ്റേഷൻ, പിന്നെ കസബ സ്റ്റേഷൻ, വനിതാ സ്റ്റേഷൻ, ഇത്രയിടത്തും പരാതി കൊടുത്തിട്ട് ആ പരാതികൾ ഒറ്റ ഒരെണ്ണത്തിന് FIR വീണില്ല. കാര്യക്ഷമമായി അന്വേഷിച്ചില്ല. ആ മാൻ മിസ്സിങ്ങിന് FIR ഉണ്ട്. അപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയാണ്, മൈനറായിട്ടുള്ള കുട്ടിയാണ്, അത് മിസ്സായിട്ട് പിന്നെ ഒരു മിസ്സിംഗ് കേസ് വന്നിട്ട് മാൻ മിസ്സിംഗ് കേസ് എടുക്കാതെ ഇവരുടെ FIR എടുത്തു നോക്കണം. ആ കേസിലെ FIR വീണിരിക്കുന്നത് മാർച്ച് 6-ാം തീയതി രാവിലെയാണ്. അത്രയും സമയം ഇവർ അനങ്ങിയില്ല. ഇവർ പരാതി കേസെടുക്കാൻ തയ്യാറായില്ല. കേസെടുക്കാൻ തയ്യാറായത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കലൂരിലെ പള്ളിയിലെ CCTV ദൃശ്യം എടുത്തുകൊണ്ട് വരുന്നത് ഇതിൻ്റെ പിതാവ്. പോലീസ് പോയില്ല. പോലീസല്ല CCTV എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിതാവ് CCTV ദൃശ്യം എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഇതിൻ്റെ അക്കൗണ്ട് നിരത്തിയല്ലോ. ജസ്റ്റിസ് CS സുധ അവരുടെ ബെഞ്ചാണ് ഇത് പരിഗണിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബെഞ്ച്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തു. ഇപ്പം 4 മാസം മുമ്പ് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ 2 മാസം കൂടി സമയം തരുള്ളൂ എന്ന് ക്രൈംബ്രാഞ്ചിന്. 8 കൊല്ലമായി ഇതുവരെ എങ്ങും എത്തിയില്ല. ഇതിൻ്റെ ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്. ഏത് കേസാണെങ്കിലും ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്, സുവർണ മണിക്കൂറുകൾ. ആ സമയത്തിനുള്ളിൽ കേസ് പിടിക്കാൻ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ആ സമയം പോലീസ് നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു ആദ്യ മണിക്കൂറുകളിൽ പോലീസ് കൃത്യമായൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ മരണം ആത്മഹത്യയാണോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഇതിനെ വെള്ളത്തിലേക്ക് എടുത്ത് എറിഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരും. പിന്നെ ഇതിൻ്റെ ശരീരത്തിലെ ഇഞ്ചുറീസ് അത് സംശയാസ്പദമായിട്ടുള്ള മുറിവുകളാണ്. പുറകിൽ നിന്ന് ആരെങ്കിലും അതിനെ പിടിച്ചുപദ്രവിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ ഒരു ഫോറൻസിക് സർജൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ഒരു ഫോറൻസിക് സർജൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ്സ് ഇതായിരുന്നു, ഇതിനെ പുറകുവശത്ത് നിന്നും ബലമായി ആരോ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊരു ഫൈൻഡിങ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പിന്നീട് പോലീസ് ഇടപെട്ട് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് കളഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അദ്ദേഹത്തിനോട് പോലീസ് സംസാരിച്ച് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നേരത്തെ ഒരു ക്രൈംബ്രാഞ്ചിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫൈൻഡിങ്സും ഇതായിരുന്നു, ഇത് മർഡറാണ് എന്നുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദുരാത്മഹത്യയ്ക്ക് 50% മാത്രം താഴെ സാധ്യതയുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്ന അന്നത്തെ ഒരു SP-യുടെ ഒരു വിലയിരുത്തൽ. പിന്നീട് അത് മുന്നോട്ട് പോയില്ല. ഈ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തില്ല, അത് പിന്നെ എന്തായി? പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത് അത് പോക്സോ ആയി. അത് പോക്സോ ആയി. കുട്ടി മൈനറാണ്. മാത്രമല്ല ഈ ക്രോണിൻ എന്ന് പറയുന്നവൻ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒട്ടനവധി തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കോളുകൾ അങ്ങോട്ട് പോകുന്നത് ഇവർ തമ്മിലുള്ള തിരിച്ചുള്ള കുറച്ച് കാര്യങ്ങളും. ഇവൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോഴാണ് ഇവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ 60 മെസ്സേജുകൾ അത് റിക്കവർ ചെയ്യാൻ 8 കൊല്ലത്തിന് ശേഷം ഇപ്പം ചെന്ന് റിക്കവർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അല്ല, അതിലൊക്കെ അലംഭാവം ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇതിൽ അന്നൊരു നടൻ്റെ മകൻ്റെ പേര് ഇതിൽ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ കുട്ടിയെ പല ദിവസവും ഫോളോ ചെയ്യുന്ന 2 ചെറുപ്പക്കാർ, അവരാരാണെന്ന് ഇത് കണ്ടെത്തിയിട്ടില്ല. ഈ കുട്ടിയെ ഫോളോ ചെയ്യുന്ന ബൈക്കിൽ 2 വീലറിലെത്തിയ 2 അംഗ സംഘം അതാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ നടൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോൾ ഈ നടൻ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സിനിമാ നടന്മാരും പോലീസുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. അത് പ്രത്യേകിച്ച് കൊച്ചിയിൽ നല്ല ബന്ധമാണ്. പല പോലീസ് ഉദ്യോഗസ്ഥർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹവുമായി നടക്കുന്നവരാണ്. അപ്പോൾ ഇത്തരക്കാരെല്ലാം കൂടെ ചേർന്ന് ഇത് അട്ടിമറിച്ചതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം. ഈ പെൺകുട്ടിയുടെ കേസിൽ അന്നേ ഈ മാർച്ച് 5-ാം തീയതിയിൽ ഒരു കാണാതായത് പട്ടിയോ പൂച്ചയോ വല്ലതാണോ? അല്ലല്ലോ, ഒരു പെൺകുട്ടിയല്ലേ.
അതും 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി. അത് മാർച്ച് 5-ാം തീയതി വൈകിട്ട് കിട്ടിയ പരാതി മാർച്ച് 6-നാണോ FIR ഇടുന്നത്? അപ്പോൾ തന്നെ അന്വേഷിച്ചു തുടങ്ങണ്ടേ? അപ്പോഴേ അന്വേഷിക്കണം, അപ്പോഴേ ഇത് ചെയ്യണം, ലൊക്കേഷൻ എടുക്കണം, ടവർ ലൊക്കേഷൻ. ലാസ്റ്റ് അത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ മാധവ് ഫാർമസിയുടെ അവിടെയാണ് ഈ ഫോൺ ഓഫായെന്ന് കണ്ടെത്തി. മാധവ് ഫാർമസിയുടെ അവിടെ ഫോൺ ഓഫായെന്ന് കണ്ടെത്തി തന്നെ ദിവസങ്ങളോട് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ ക്രോണിൻ അവൻ്റെ മൊബൈലിൽ അവൻ അയക്കുവാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെസ്സേജ് മാത്രമാണ് അവൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ രേഖ. പിന്നെ കോളിൻ്റെ CDR ഉണ്ട്, കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ഇവരെന്താണ് സംസാരിച്ചതെന്ന് വേണമെങ്കിൽ പോലീസിന് ടാപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും ഇവർ ഈ ഘട്ടത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ കുട്ടി ഈ മിഷേലിനെ ഏറ്റവും അവസാനം വിളിക്കുന്നത് ഈ ക്രോണിൻ്റെ അമ്മയാണ്. ക്രോണിൻ്റെ അമ്മ വിളിക്കുകയല്ല, ക്രോണിൻ്റെ അമ്മ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഈ കുട്ടി ഫോൺ എടുത്തില്ല. പിന്നെ ഈ കുട്ടി തിരിച്ച് വിളിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കോളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത്. അത് സംബന്ധിച്ച് അവരുടെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മകൻ എന്നെ വിളിച്ച് പിന്നെ ഇതുപോലെ മിഷേലിനെ വിളിക്കണം, മിഷേലിനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അമ്മ എന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട അവൻ പറഞ്ഞ പ്രകാരം ഞാൻ മിഷേലിനെ വിളിക്കുകയായിരുന്നു എന്നാണ് അവരുടെ അന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പിറവത്തൊരു കർമ്മസമിതിയൊക്കെ രൂപീകരിച്ച് ആ നാട്ടുകാർ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനു വേണ്ടി, ആ നാട്ടുകാരും ചർച്ചും സഭാവിശ്വാസികളും ഒക്കെ സ്ട്രോങ് ആയിട്ട് എടുത്തപ്പോഴാണ് ഇത് ക്രൈംബ്രാഞ്ചിന് പോയത്. ആദ്യം ക്രൈംബ്രാഞ്ചിന് പോയപ്പോൾ പിന്നീട് ക്രൈംബ്രാഞ്ച് ഇത് ദീർഘകാലമായിട്ട് ഇങ്ങനെ ഇട്ട് നീട്ടി അവർ ലോക്കൽ പോലീസിൻ്റെ ഫൈൻഡിങ്സിൽ തന്നെ ചെന്ന് നിന്നു. ലോക്കൽ പോലീസ് ഇത് ഒരു 174 കേസാണ് എന്നുള്ള രീതിയിൽ, ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ തന്നെ അവസാനിപ്പിച്ചതാണ്. ലോക്കൽ പോലീസ് അവസാനിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രൈംബ്രാഞ്ച് വരുന്നു. എനിക്കൊന്ന് CI അനന്തലാലായിരുന്നു എന്ന് തോന്നുന്നു. ഇവരൊക്കെ കുറേ പേര് അന്വേഷിച്ചത്, മാറി തിരിഞ്ഞൊക്കെ കുറേ പേര് ഈ കേസിനകത്ത് കയറി ഇത് നടത്തി നോക്കിയതാണ്. എന്നിട്ട് ഇവരെന്താ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം വേണ്ടേ കൃത്യമായിട്ട്? ഹൈക്കോടതി പലതവണ ഒന്നിനും ഉത്തരവില്ല. ഇപ്പം തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണം CBIക്ക് വിട്ട സമയത്ത് ഈ ഷാജി വർഗീസ് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ എത്തി പരാതി നൽകിയായിരുന്നു. എൻ്റെ മകളുടെയും മരണവും CBIക്ക് വിടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹം കയറി ഇറങ്ങാത്ത സ്ഥലമൊന്നുമില്ല. അദ്ദേഹം ഇവിടെ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയകളിലെല്ലാം കയറി ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യമമാണ് ഇതിൻ്റെ CCTV ദൃശ്യമെങ്കിലും കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ സാധിച്ചത്. പിന്നെ ഈ കുട്ടി ഒരു സെക്ഷൽ അസോൾട്ടിനൊന്നും വിധേയമായിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള കുറേ മുറിവുകൾ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. അതിലൊരു മുറിവാണ് ഞാൻ പറഞ്ഞ ആ ഫോറൻസിക് സർജന് സംശയകരമായി തോന്നിയ ആ മുറിവ്. ഈ ഒന്ന് കൈമുട്ടിൻ്റെ പുറകുവശത്തായിരുന്നു അന്ന് ആ മുറിവ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മുറിവാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ മുറിവ് ആരോ ഈ കുട്ടിയെ പുറകിൽ നിന്ന് ഉപദ്രവിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നത്. ക്രൈംബ്രാഞ്ചും ആദ്യഘട്ടത്തിൽ ഇത് കൊലപാതകമാണെന്നുള്ള രീതി ഞാൻ പറഞ്ഞല്ലോ, ആ രീതി തന്നെ പോയ കേസാണ്. പക്ഷേ ഇന്നും ഈ കുട്ടിക്ക് ഒരു നീതിയില്ല. എല്ലാ വർഷവും ജാനുവരി 19-ാം തീയതി ആ മാതാപിതാക്കൾ ഈ പറയുന്ന പോലെ അവിടെ പോയിരുന്ന് ദുഃഖിക്കുന്നു എന്നല്ലാതെ വേറെ ആരും ഈ കുട്ടിയുടെ കാര്യത്തിൽ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഈ നടൻ്റെ മകൻ്റെ പേര് നമ്മളത് പേര് പറയാത്തത് ഈ കേസിൽ FIR ഇല്ല. അയാൾ ഇതൊരു ആരോപണം മാത്രമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആരോപണം മാത്രമായി നിൽക്കുന്നത്. നമുക്ക് FIR-ൽ പേര് വരികയോ അല്ലെങ്കിൽ പോലീസ് അതിൽ സംശയം പ്രകടിപ്പിക്കുകയോ അയാളെ ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അയാളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അങ്ങനെ ഒരാളുടെ പേര് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിനൊക്കെ രേഖാപരമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിലല്ല സംസാരിക്കാൻ സാധിക്കുക. ഇതിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്രയും വലിയ അലംഭാവം ഒരു കേസിൽ കാണിക്കാൻ പാടില്ല. ഇത്രയും വലിയൊരു അലംഭാവം കാട്ടിക്കൂട്ടുക, അത് എന്താ പറയുക, ആദ്യത്തെ ഒരു 24 മണിക്കൂർ ഇവർ കാര്യമായ ഒരു അന്വേഷണം നടത്താതെ നടക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതെന്തുകൊണ്ടോ അവർ ആദ്യഘട്ടം മുതലേ ആ കേസിനോട് ഒരു ഇൻട്രസ്റ്റ്, ഈ രീതിയിലുള്ള സമീപനമായിരുന്നു. വനിതാ പോലീസ് സ്റ്റേഷൻ, കസബ സ്റ്റേഷൻ, സെൻട്രൽ സ്റ്റേഷൻ 3 സ്റ്റേഷനിലാണ് പരാതി പോയത്. 3 ആക്ഷൻ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പിന്നീട് ആരും ഇതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരു 2-3 വർഷമൊക്കെ തന്നെ മാർച്ച് 6-ാം തീയതി മിഷേൽ ഷാജിയുടെ കേസ്, ഈ പിന്നെ ദുരൂഹമരണ കേസിൽ ഇതുവരെയും ഉത്തരമില്ലാത്ത കേസെന്നൊക്കെ രീതിയിൽ വാർത്തകൾ വരുന്നില്ലാതെ പിന്നെ വല്ലപ്പോഴും ഹൈക്കോടതി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയാവും. അല്ലാതെ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നതൊന്നും പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ
ഈ പറയുന്ന മാതാപിതാക്കൾ അവിടെ പോയി ഉപവാസം ഇരുന്നപ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിനെക്കുറിച്ചൊരു വാർത്ത പത്രത്തിൽ ഞാൻ കണ്ടത്. ഏറ്റവും അവസാനം പത്രത്തിലെ ഒരു കോളം വാർത്ത ഇതുപോലെ മിഷേൽ ഷാജിയുടെ മാതാപിതാക്കൾ പിറന്നാൾ ദിവസം ഉപവാസം ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത പത്രത്തിൽ കഴിഞ്ഞ ജനുവരി മാസം 20-ാം തീയതി കിടക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഒരു വാർത്തയും ഞാനിത് സംബന്ധിച്ച് പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ മിഷേൽ ഷാജി കേസ്, ഒരു അൺസോൾഡ് കേസ്. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.